നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നത്, ഇവിടെ ഉത്സവം നടത്താൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. തൃപ്പങ്ങോട്ട് നിന്ന് പണ്ടേ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾ മരിച്ചു പോയി എന്നാണ് എന്റെ വിശ്വാസം. ഇവിടത്തെ വക്കീൽ ഏതോ നാടക നടിയെ കോടതിയിൽ ഹാജരാക്കി അനുകൂല വിധി നേടിയെടുത്തു. തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ അനുജത്തിമാര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ കൈക്ക് വജ്രമോതിരം മാത്രമല്ല ഈശ്വരിയമ്മേ, ഇത് വേണമെങ്കിൽ ഈശ്വരി അമ്മയ്ക്ക് എങ്ങനെ മരിക്കാനാ ഇഷ്ടം? കുത്തേറ്റ് ചാവണോ അതോ വെടിയേറ്റ് ചാവണോ? ഈ മാരണയുടെ ചത്തില്ലേ, ഇതിനിപ്പോ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്താ മേഘനാഥ മിഴിച്ചു നോക്കുന്നേ? ഈ ഈശ്വരിയമ്മ കാലപുരി പോകിയെന്ന് വിചാരിച്ചോ നീ? എന്നാലേ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു നിന്റെ അവസാനം കാണാൻ. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? തൃപ്പങ്ങോട്ട് തറവാട്ടുകാരുടെ വക്കീലാണോ നിങ്ങള്? അന്ന് വലിയ വക്കീൽ പത്മനാഭനായിരുന്നു. നീ ചതിച്ചു കൊന്ന മറ്റൊരു പാവ മനുഷ്യൻ. ഒരു തെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു കൂവിയാലുണ്ടല്ലോ. അതെ, മേഘ സാറിന്റെ വീറും ദേഷ്യമൊന്നും ഈശ്വര്യമ്മയോട് വേണ്ട. ദൈവചൈതന്യമുള്ള സ്ത്രീ അവരെ തൊട്ടാൽ നാടളകും. അയ്യേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? നല്ലൊരു ഉത്സവവും നല്ലൊരു ദിവസമായിട്ട് സ്ത്രീമൂല സ്ഥാനത്തിന് മുന്നിൽ നിന്ന് വഴക്കുണ്ടാക്കരുത്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ആവശ്യം? തൃപ്പങ്ങോട്ട് തറവാട്ടിൽ നിന്ന് ദേവിക്കുള്ള തിരുവാഭരണം കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. സാറൊന്നും മിണ്ടാതിരി സാറേ. ഇതിപ്പോ ദേശത്തിന്റെ പൊതുവായിട്ടുള്ളൊരു ആവശ്യമില്ലേ, അതങ്ങ് നടക്കട്ടെ, അത്ര തന്നെ. മുമ്പത്തെ പോലെ ആന അമ്പാരി ഒന്നും വേണ്ട. നിങ്ങൾ പൂജാരിയെ കൊണ്ട് വന്നാ മതി. തറവാട്ടിൽ നിന്ന് തിരുവാഭരണം കൊണ്ടുപോവാ. സാർ ആദ്യം ദേവിനെ തൊഴട്ടെ, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. പറഞ്ഞ സാറേ, നമുക്ക് ദേവി തൊഴാം. ഒന്ന് മാറേ. തീർന്നു മേഘനാഥ. നിന്റെ ജാതകം വലിച്ചു കയറി ഹോമാഗ്നിയിൽ എരിക്കാനാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. രാധയോടൊപ്പം ഇവിടെ ഇനി ഈ ഈശ്വര്യമ്മേ ഉണ്ടാവും നിന്നെ അവസാനിപ്പിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.